വ്യത്യസ്തകൾ നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിൽ NDAക്ക് വലിയ നേട്ടവും കൈവരിക്കാനായി. ആ നേട്ടത്തിൽ ഇരട്ടി മധുരവുമായി എത്തുകയാണ് കൊല്ലം പോരുവഴിയിലെ ദമ്പതികൾ. കൊല്ലം പോരുവഴിയിലെ BJPയുടെ വിജയ ദമ്പതികളോടൊപ്പമാണ് ഞാനുള്ളത്. നിഖിൽ മനോഹറും അതോടൊപ്പം തന്നെ രേഷ്മ നിഖിലും. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ മലനട ബ്ലോക്ക് ഡിവിഷനിൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച, അതായത് BJPയുടെ അക്കൗണ്ട് തുറന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, ഇപ്പോൾ ജനപ്രതിനിധിയാണ് നിഖിൽ. അതോടൊപ്പം തന്നെ പോരുവഴി അമ്പലത്തുംഭാഗം വാർഡിൽ നേരത്തെ നിഖിൽ ജനപ്രതിനിധിയായിരുന്ന അതേ വാർഡിൽ തന്നെ രേഷ്മയും വിജയിച്ചിരിക്കുന്നു. എന്തായാലും അഭിനന്ദനങ്ങൾ. ഇത്തരമൊരു വിജയം, അതായത് ആദ്യമായാണ് ഈ ബ്ലോക്ക് ഡിവിഷനിൽ BJP വിജയിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, എങ്കിലും നല്ല മത്സരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾ വലിയൊരു അംഗീകാരം, വലിയ ഭൂരിപക്ഷത്തിലാണ് ജനങ്ങൾ വിധി എഴുതി വിജയിപ്പിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ മലയപ്പൂപ്പനോടുള്ള നന്ദി. കാരണം മലയനട ക്ഷേത്രം ഉൾപ്പെടുന്ന ഡിവിഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയപ്പൂപ്പൻ്റെ ഒരു പ്രതിനിധിയായിട്ട് വിജയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നീട് അഹോരാത്രം കഷ്ടപ്പെട്ട പാർട്ടി പ്രവർത്തകരോടാണ് രണ്ടാമത് നന്ദി പറയാനുള്ളത്. കാരണം സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണാറുള്ളത് വാർഡിലേക്ക് മാത്രമാണ് BJPക്ക് വോട്ട് ചോദിക്കാറുള്ളത്. ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും അങ്ങനെ ചോദിക്കാറില്ല. കാരണം വിജയിക്കില്ല എന്നൊരു ഉറപ്പുണ്ട്. ആ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് വാർഡിലേക്കെങ്കിലും തരണമെന്നാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ത്രിതല പഞ്ചായത്തിലേക്ക് തന്നെയാണ് മുഴുവൻ പാർട്ടി പ്രവർത്തകർ വോട്ട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ പല വാർഡുകളിലും, എൻ്റെ ഡിവിഷനിലെ പല വാർഡുകളിലും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അടക്കം ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഒരു പാർട്ടി പ്രവർത്തകരുടെ വിജയമാണ്, BJPയുടെ വിജയമാണ്. അപ്പോൾ പ്രവർത്തകരോട് ഹൃദയം നിറഞ്ഞ നന്ദി. അതോടൊപ്പം തന്നെ എൻ്റെ ജനങ്ങളോടും വലിയ നന്ദി. കാരണം അവർ വലിയ പ്രതീക്ഷയാണ്. കാരണം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം നമ്മളെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്രതീക്ഷ കാക്കുവാനുള്ള പ്രവർത്തനമായിരിക്കും വരുന്ന 5 വർഷക്കാലം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായും കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിഖിലിൻ്റെ പ്രവർത്തനം അത് കൂടുതൽ സഹായകരമായല്ലേ വിജയിക്കാൻ? ഉറപ്പായിട്ടും. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ചേട്ടനിവിടെ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളും വികസനങ്ങളും കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കി അവരുടെ സ്നേഹമാണ് വോട്ടായിട്ട് എനിക്ക് നൽകിയത്. ഞാൻ തുടക്കക്കാരിയാണ്, ഞാൻ വന്നിട്ട് കുറച്ച് കാലം ആയതേ ഉള്ളൂ. എന്നിട്ടും ആൾക്കാർക്കിടയിൽ ഞാൻ എത്തിപ്പറ്റി ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി അവർ വിജയിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ചേട്ടൻ്റെ പ്രവർത്തനം തന്നെയാണ്. ഒരുപക്ഷെ ചേട്ടനേക്കാളും ഭൂരിപക്ഷം നേടി. ഉറപ്പായിട്ടും നല്ലൊരു 3 ഇരട്ടിയോളം ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ബ്ലോക്ക് ഡിവിഷനിൽ ഇത്രയധികം ഭൂരിപക്ഷം, അത് 1000-ലധികം പോയിട്ടുണ്ടല്ലേ? അതെ അതെ. പാർട്ടി ഒരുപക്ഷെ ഈ ഒരു നിയോഗം അത് ഇനി വരുന്ന കാലഘട്ടത്തിൽ അത് കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ലേ BJPയെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും പോരുവഴിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ നിരാശകളാണ്. എൻ്റെ വിജയത്തിൻ്റെ ഉണ്ട് എങ്കിൽ പോലും നിസ്സാരമായ വോട്ടുകൾക്ക് ഒരുപാട് വാർഡുകൾ നഷ്ടപ്പെടുന്നു. കാരണം പോരുവഴി പിടിക്കണം എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ കഷ്ടപ്പെട്ടത്. 4 സീറ്റുകളിലെ വിജയിക്കാൻ സാധിച്ചുള്ള ഒരു ബ്ലോക്ക് ഡിവിഷനും വിജയിച്ചു. പക്ഷേ ഒരുപാട് വാർഡുകൾ, ഏകദേശം 5ഓളം വാർഡുകളിൽ 2ാം സ്ഥാനത്ത് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൂടി ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പോരുവഴിയുടെ ഭരണം BJPയുടെ കൈകളിൽ എത്തുമായിരുന്നു. അപ്പോൾ വരുന്ന ആളുകളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയുള്ളതായിരിക്കും. പാർട്ടി തന്ന, അല്ലെങ്കിൽ പ്രവർത്തകർ ജനങ്ങൾ തന്ന ഈ ഒരു അംഗീകാരം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അടുത്ത 5 വർഷത്തിന് ശേഷം പോരുവഴിയുടെ ഭരണം പിടിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായും. അപ്പോൾ ഇരുവരും ജനപ്രതിനിധികളാണ്, അതോടൊപ്പം ഒരു കുടുംബമാണ്. അപ്പം കുടുംബജീവിതവും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തനവും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ എന്തായാലും പരസ്പരം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യമില്ല. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും. ഇപ്പോൾ പോരുവഴി പഞ്ചായത്തിനെ പറ്റിയാണെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ UDF സഖ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇത്തവണ അവർക്കൊരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ UDFനോ അല്ലെങ്കിൽ മറ്റ് മുന്നണികൾക്ക് ഇതുപോലെയുള്ള മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികളുണ്ടല്ലോ ഈ ഭാഗത്ത്. അപ്പോൾ അത്തരത്തിലൊരു ശക്തിയുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ഒരു സാന്നിധ്യം അവർ അറിയിച്ചിട്ടുണ്ട്. പോരുവഴിയെ സംബന്ധിച്ച് STP അടക്കമുള്ള പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. NIA നിരീക്ഷണത്തിലുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ പോരുവഴിയുടെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വാധീനം നിലവിൽ 3 സീറ്റുകൾ അവർ വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല വാർഡുകളിലും പല അഡ്ജസ്റ്റ്മെൻറ്റുകളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും ഒരു 1-2 സീറ്റുകൾ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അത് വോട്ടിൻ്റെ നില പരിശോധിക്കുമ്പോൾ പല വാർഡുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ തന്നെ ആ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിലും കരുത്തോടു കൂടിയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകേണ്ടതല്ലേ ഇനി? ഉറപ്പായിട്ടും. എൻ്റെ ഒരു ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ രാഷ്ട്രീയത്തിലേക്ക്. അപ്പോൾ ഇനിയുള്ള എൻ്റെ ജീവിതം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള 5 വർഷം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പാർട്ടിയിൽ സജീവമായി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മനസ്സിലാക്കി നല്ലൊരു ജനപ്രതിനിധിയായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. അപ്പം ഉത്തരവാദിത്തങ്ങൾ വരും, നമ്മൾ സാരമില്ല, അതിനെയെല്ലാം ആ ഒരു ലെവലിൽ കൊണ്ടുപോയിക്കൊണ്ട് ഇതും അതിനൊപ്പം കൊണ്ട് ഒരേ രീതിയിൽ രണ്ടും മുന്നോട്ട്, കുടുംബവും നമ്മുടെ പാർട്ടിയും പ്രസ്ഥാനവും വാർഡും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം.
തീർച്ചയായും എന്തായാലും കൂടുതൽ കരുത്തോടുകൂടി ഇരുവർക്കും മുന്നോട്ട് പോകാനാവട്ടെ. ഇനിയും അതായത് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇടപഴകി അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികളടക്കം ഇനി എത്താത്തിടങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് കൂടെ എത്തിക്കുവാൻ വേണ്ടിയാണ് ഇനിയുള്ള അവരുടെ പ്രവർത്തനം. എന്തായാലും ഇരുവർക്കും ആശംസകൾ നേരുന്നു. ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.